ആദ്യ EMS സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ നിരീക്ഷിക്കാൻ CIAയ്ക്കും കേന്ദ്രത്തിനുമൊപ്പം ബ്രിട്ടീഷ് ഇന്റലിജൻസ് കൂടി പ്രവർത്തിച്ചുവെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരൻ പോൾ മാഗാർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയം നേടിയപ്പോൾ ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഭരണകൂടങ്ങൾക്ക് ഞെട്ടലും നിരാശയും ഉണ്ടായി. സർക്കാരിനെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് രഹസ്യമായി ഫണ്ട് എത്തിച്ചുവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ലേഖനത്തിലെ കാര്യങ്ങൾ VS സനോജിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സനോജ്, വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് കാലങ്ങൾക്ക് ശേഷം ഈ ചരിത്രകാരൻ നിർവഹിച്ചിരിക്കുന്നത്. എന്താണ് ഇതിലൂടെ അദ്ദേഹം ഏത് സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത് എഴുതാനിടയായ സാഹചര്യം എന്ത് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അത് എത്രത്തോളമാണുള്ളത്? അതായത് വിവിധ ലോകരാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഇടപെടലുകൾ, അവിടുത്തെ ഭരണ അട്ടിമറികൾ, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പഠിക്കുകയും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും അത് ആ വിഭാഗത്തിൽ, അതായത് ലണ്ടനിലെ ഇൻ്റലിജൻസ് സ്റ്റഡീസിൽ അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പോൾ മഗ്നറാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ വിശദമായി തന്നെ പറയുന്നു. കാരണം 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അത് ബാലറ്റിലൂടെ ലോകത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതുകൊണ്ട് തന്നെ അത് വെടിയുണ്ടകളുടെ അതിൽ ഒരു അട്ടിമറിയിലൂടെ വന്നതല്ല, അത് ബാലറ്റിലൂടെ വന്നു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. അത് സൂക്ഷിക്കണമെന്ന് അമേരിക്ക തന്നെ അക്കാലത്ത് അമേരിക്കൻ പ്രതിരോധ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അദ്ദേഹം സ്പൈയിങ് ഇൻ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി. അതിൻ്റെ ഭാഗമായുള്ള ലേഖനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 57 സർക്കാർ ഉണ്ടായതിനു ശേഷം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നേരത്തെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ബ്രിട്ടൻ അതിനുവേണ്ടി പ്രത്യേകമായി പദ്ധതികൾ തയ്യാറാക്കുകയും ബ്രിട്ടൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസി അതിനുവേണ്ടി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ, അതുപോലെ ട്രേഡ് യൂണിയൻ നേതാക്കളെ അടക്കം, അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളെ അടക്കം, മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളെ അടക്കം ഇതിനുവേണ്ടി ഫണ്ടുകൾ കൊണ്ടുവരികയും അവരെ ലണ്ടനിലേക്ക് ചില നേതാക്കളെ എത്തിക്കുകയും അതിനുവേണ്ട പ്രത്യേക പരിശീലനം നൽകിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ ബ്രിട്ടീഷ് ക്യാബിനറ്റ് ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള UK നാഷണൽ ആർക്കൈവ്സിൽ കമ്മ്യൂണിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഫയലുകളിൽ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി 1958 അവിടുത്തെ കോമൺവെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള ലോർഡ് ഹോം ഇന്ത്യയിലെത്തുകയും നെഹ്റു അടക്കം മൊറാർജി ദേശായി അടക്കമുള്ളവരെ കാണുകയും അതിൽ അവർ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി പ്രത്യേക രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനെ തുടർന്ന് ഈ ഭരണ അട്ടിമറിക്ക് വേണ്ടിയുള്ള സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയെന്നും പറയുന്നു. ഒപ്പം സോവിയറ്റ് റഷ്യയുടെ പിന്തുണ ഇക്കാര്യത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നെഹ്റു നേരത്തെ തന്നെ റഷ്യൻ അംബാസിഡറെ വിളിക്കുകയും അവിടുത്തെ അദ്ദേഹത്തെ വിളിച്ച് വാൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ ആദ്യ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരായിട്ടുള്ള നെഹ്റു സർക്കാരും ഒപ്പം തന്നെ അമേരിക്കൻ ചാര സംഘടനയായിട്ടുള്ള CIAയും ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരത്തെയുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസിയും അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗവും അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായ വെളിപ്പെടുത്തൽ. ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CPMൻ്റെ വളരെ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം ഈ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഈ പുസ്തകത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ഒപ്പം തന്നെ അദ്ദേഹം എഴുതിയ ലേഖനത്തെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. സംഗീത. ശരി സനോജ്.